നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും കള്ളം പറഞ്ഞ പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം അശ്വന്ത് കോക്കിന് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്ന് അഡ്രസ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് വിത്ത് ഫാക്ട്സ് ആൻഡ് പ്രൂഫ്. നമ്മൾ ആ പ്രസ് മീറ്റിൽ പോയ സമയത്ത്, അതായത് എന്റെ പ്രൊഡ്യൂസർ അവിടെ ഇരുന്ന്, എന്റെ സിനിമയുടെ പ്രൊഡ്യൂസർ അവിടെ ഇരുന്ന് പറഞ്ഞ കാര്യം, അശ്വന്ത് കോക്കിനെ റെപ്രസെന്റ് ചെയ്ത് ഒരാൾ നമ്മളെ വിളിച്ചായിരുന്നു. ഒരാൾ വിളിച്ച് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ, അശ്വന്ത് കോക്ക് 1,00,000 രൂപ അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആള് നെഗറ്റീവ് റിവ്യൂ ഇടൂല, നിങ്ങൾ ആലോചിച്ച് കാര്യം പറയുക. നമ്മൾ വീണ്ടും പറയുക, അശ്വന്ത് കോക്ക് അല്ല വിളിച്ചത്, നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അശ്വന്ത് കോക്കിനെ റെപ്രസെന്റ് ചെയ്ത ഒരാളാണ് നമ്മളെ വിളിച്ചത്. ഇതിനുശേഷം നമ്മുടെ ടീമിനുള്ളിൽ ഒരു ഓബ്വിയസ്ലി ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു ടെൻഷൻ വരുമല്ലോ. നമ്മളൊന്ന് ശ്രദ്ധിക്കണം, ഇങ്ങനെ വല്ലതും വന്ന റെക്കോർഡ് ചെയ്ത് വെക്കണം, വി നീഡ് ദാറ്റ് ഇസ് പ്രൂഫ് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത വേറൊരാൾക്ക് ഒരു കോള് വന്നു. ആ റെക്കോർഡിംഗ് ആയിരുന്നു നമ്മൾ ഐ തിങ്ക് ന്യൂസ് 18 വഴിയും വേറെ ഏതൊക്കെയോ ചാനൽസ് വഴി പുറത്തോട്ട് പോയിട്ടുണ്ട് ആ ഒരു കോളിൻ്റെത്. നമ്മൾ ഇത്രയും തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഒരിടത്തും അശ്വന്ത് കോക്ക് കാശ് വാങ്ങിയെന്നോ നമുക്ക് കൊടുക്കേണ്ടി വന്നെന്നോ അശ്വന്ത് കോക്ക് നേരിട്ട് വിളിച്ചെന്നോ ഐ ഡോണ്ട് തിങ്ക് എനി വൺ. പ്രൊഡ്യൂസറും ഞാനും എന്തായാലും ആ പ്രസ് മീറ്റ് ഫുള്ള് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞുള്ള ന്യൂസ് 18 ഇന്റർവ്യൂ കണ്ടവർക്കും അറിയാം. വി ഹാവൻ സെഡ് ദാറ്റ്. ഓക്കെ, ഇനി എന്റെ കാര്യത്തിലോട്ട് ഞാൻ വരാം. ഞാൻ അവിടെ ഇരുന്നാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്ന് പോലും. എന്റെ അടുത്ത് അത് എന്റെ ടീമിന്റെ ഭാഗത്തുനിന്ന് ഒരു കോൺവെർസേഷനായി വന്നിട്ടില്ല. ആ എന്നെയും എന്റെ അച്ഛന്റെ പേര് ചേർത്തുമാണ് അഗൈൻ എടുത്തു പറയുക. അദ്ദേഹം എന്റെ അച്ഛനെയും ചേട്ടനെയും പറ്റി ഒരുപാട് നല്ലത് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്യാവശ്യം മോശമായിട്ട് തന്നെയാണ് പറഞ്ഞത്. ഞാൻ ആ സംസ്കാരത്തിനോട് യോജിക്കുന്നില്ല. പക്ഷെ എനിക്ക് ആകെ ഒരു കാര്യം ചോദിക്കാനുള്ളൂ, കോക്കേട്ടാ, ഈ ആൾക്കാർ ആരെങ്കിലും നിങ്ങളുടെ പേരുപയോഗിച്ച് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സത്യാവസ്ഥ കണ്ടുപിടിച്ച് നിങ്ങളുടെ പേരും കൂടെ സംരക്ഷിക്കാനുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ? നമ്മൾ ആ പറഞ്ഞ ആ വീഡിയോ, പ്രസ് മീറ്റ് ആണെങ്കിലും ന്യൂസ് 18 ആയിട്ടുള്ള ഇന്റർവ്യൂ ആണെങ്കിലും പ്ലീസ് ഒന്ന് പോയി കണ്ടു നോക്കുക ഫുള്ളായിട്ട്. അതിന്റെ കോണ്ടന്റ് പതുക്കെ പതുക്കെ പുറത്ത് വന്നിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. അശ്വന്ത് കോക്കിന്റെ പേര് അദ്ദേഹം നേരിട്ട് വിളിച്ചിട്ടുണ്ട്, അദ്ദേഹം ക്യാഷ് ഡിമാൻഡ് ചെയ്തു എന്നല്ല നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ അനുഭവം, നമ്മുടെ സത്യാവസ്ഥ, ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ടൈം റെക്കോർഡ് ചെയ്ത് വെച്ചത് സെക്കൻഡ് ഇൻസ്റ്റൻസ്, അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാനും അല്ല, പ്രൊഡ്യൂസറും അല്ല. പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ടും അത്യാവശ്യം തെറിവിളി ഞാൻ വീണ്ടും കേൾക്കേണ്ടി വന്നു. അതായത് അശ്വന്ത് കോക്കിന്റെ ഐ തിങ്ക് JSK റിവ്യൂ ചെയ്ത ഇതിലും അത്യാവശ്യം യു അണ്ടർസ്റ്റാൻഡ്, ടാർഗറ്റ് ചെയ്ത് പറയുന്ന പോലെ തോന്നുവാണ്. ഈ ഒരു സിനിമയിലും എന്റെ അത് JSK കഴിഞ്ഞിറങ്ങിയ സിനിമയുടെ കുമ്മാട്ടിക്കളി, അതിലെ അത്യാവശ്യം കളിയാക്കിപ്പെട്ട, ട്രോൾ ചെയ്യപ്പെട്ട ഒരു ഡയലോഗ് വെച്ച് ആളെന്നെ ഒരുപാട് തരം താത്തുന്ന രീതിയിൽ പറയാറുണ്ട്. അഗൈൻ ഇതൊക്കെ സാധാരണ ഒരു പ്രേക്ഷകന് കണ്ടാൽ മനസ്സിലാവും, ഇത് മനസ്സിലാക്കുന്നുമുണ്ട്. ഞാൻ ഇപ്പോഴും ഇത് വിളിച്ചത്, ഇപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഇനി വേറെ വീഡിയോസിലോ അതിലെ മീഡിയ ക്ലിപ്പിംഗ്സിലോ അത് ക്ലിയർ ചെയ്യാൻ മാത്രമാണ് ഇവിടെ ഫാക്ട്സ്. അഗൈൻ ഇത് റെക്കോർഡായിട്ട് യൂസ് ചെയ്യാമല്ലോ. ഞാൻ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ വാക്കുകൾക്ക് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് പ്രസ് മീറ്റിലും അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂ ന്യൂസ് 18 ചെയ്ത് അതേ ഇന്റർവ്യൂ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇഫ് എനിത്തിങ് എൽസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. ചോദിക്കുക. ഞാൻ ഈ പറഞ്ഞതിന്റെ 5% ആൾക്കാർ കാരണം ഉണ്ടാവുന്ന ഒരു ബാഡ് ഇഫക്റ്റിന് എനിക്ക് എല്ലാവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അനുഭവം ഉണ്ടായത് വെച്ചാണ് ഞാൻ ആ 5%ന്റെ കുറ്റം പറഞ്ഞത്.